ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ സെറ്റ് മേക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഇതുപോലത്തെ ടിക് ടാക് ക്ലിപ്പിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഗ്രോസ് ഗ്രെയിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 4 ഇഞ്ച് വരെയാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പിന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ബോ രൂപത്തിലൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഈ ടൈറ്റായി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു ഡിസൈൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാറ്റിൻ്റെ റിബണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 4 ഇഞ്ച് വീതി വരുന്ന സാറ്റിൻ്റെ റിബണാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 കളേഴ്സ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് ഗ്രെയിൻ റിബണിൽ ഇതേപോലെ പല കളേഴ്സിലുള്ള ഡിസൈൻ വന്നതുകൊണ്ട് നമ്മൾ പല കളറിലുള്ള റിബണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഹാങ്ങിങ് വേണോ അതിനനുസരിച്ച് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നത്. ഇതുപോലെ നമ്മൾ ഇത് മാത്രം വെച്ചിട്ട് ടിക് ടാക് ക്ലിപ്പ് ചെയ്യുക അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിവിടെ ടിക് ടാക് ക്ലിപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെറിയൊരു ഡിസൈൻ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗൻസ റിബണാണ് എടുത്തിട്ടുള്ളത്. ഓർഗൻസ റിബണെ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടുള്ള രീതിയിലാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മളൊന്ന് ഇവിടെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്, ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന് ചെറിയൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോൺസ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരുന്ന സ്റ്റോൺ ലൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു 3 സ്റ്റോൺസ് വെച്ചിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലിപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ടിക് ടാക് ക്ലിപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ടിക് ടാക് ക്ലിപ്പിൽ നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെയർ ബോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗൻസ റിബണാണ് എടുത്തിട്ടുള്ളത്. 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ രണ്ടായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്ലിപ്പിന് ചെയ്ത പോലെ തന്നെ വലുതും ചെറുതുമായിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തിലൂടെ നമ്മളൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ചെയ്യാതെ കുറച്ചൊന്ന് ലൂസിലാക്കിയിട്ട് നമുക്ക് ഏകദേശം ഹെയർ ബോക്ക് എത്രത്തോളം നീളം വേണം എന്നതിനനുസരിച്ചാണ് നമ്മളിതൊന്ന് ലൂസിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് ഹെയർ ബാൻഡിന് എത്രത്തോളമാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഫ്രില്ലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും മതി. നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഹെയർ ബോയിലൂടെ ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഈ സൈഡിലൂടെ മാത്രം നമ്മളൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്ലവർ ചെയ്തിട്ട് ഒന്ന് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഈ പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഹെയർ ബോയിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ നടുവിലൂടെയായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ചെറിയ രണ്ട് ബോ കൂടെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ടിക് ടാക്കിന് ചെയ്ത പോലെ തന്നെ രണ്ട് ബോ നമ്മളൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഗ്രോസ് ഗ്രെയിൻ റിബൺ നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു ബോ ചെയ്തെടുക്കുക. ചെറിയ രണ്ട് ബോ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അടുത്തതും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ടിക് ടാക്ക് ക്ലിപ്പിൽ ചെയ്ത പോലെ ഇതിനും നമ്മളൊരു ചെറിയൊരു ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ സാറ്റിൻ്റെ റിബണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിലൂടെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ബോ നമ്മൾ രണ്ട് സൈഡിലായിട്ടും ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ ഏത് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക മാത്രം ചെയ്യാതെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിപ്പാകുമ്പോൾ പെട്ടെന്ന് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഹെയർ ബോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്